ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷു വദ്ദേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വേദത്തെക്കുറിച്ച് പഠിച്ചു. വേദങ്ങളിൽ കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഉപാസനാകാന്ഡം, എന്തിനു വേണ്ടിയിട്ടാണ് വേദം ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ നാലായിട്ട് എന്തുകൊണ്ട് വ്യാസദേവൻ വിഭജിച്ചു. ഇതെല്ലാം വന്നു ചേരുന്ന എവിടേക്കാണ്? ശ്രീകൃഷ്ണ ഭഗവാനിലേക്കാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ അറിയുവാൻ വേണ്ടിയിട്ടാണ് എന്ത് എല്ലാ വേദങ്ങളും. എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല രീതിയിലുള്ള സംശയങ്ങൾ തോന്നും. നമ്മൾ പറയുന്നു ഹരേ കൃഷ്ണ പ്രസ്ഥാനം അല്ല, അവർ പറയുന്നു ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മാത്രം മതി മോക്ഷം കിട്ടുമെന്ന്. അപ്പം ഇത്രയും അറിയണമെങ്കിൽ എന്ത് വേണം? ആ പുറയിലുള്ള കാര്യങ്ങളൂടെ അറിയണം അല്ലേ? വേദങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണെന്നും അല്ലെങ്കിൽ വേദ പഠിതാക്കർ ആരാണെന്നും ഒക്കെ അറിയണം. ഇപ്പോൾ ഒരു 7 നിലയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ താഴെയുള്ള നിലകൾ നമ്മൾ അറിയണം. താഴെ ഇത്രയും നിലകളുണ്ട്, എന്നിട്ടാണ് 7ാമത്തെ നിലയിൽ. അപ്പം എങ്കിലും മാത്രമേ നമ്മൾ ആ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവൂ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. അപ്പം കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം. അപ്പോൾ ഈ ജ്ഞാനകാന്ഡത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്താണ് അന്ന് പറഞ്ഞു വെച്ചിരുന്നു? പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? അത് 4. ഈ പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 കാര്യങ്ങളും കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തി ഈ ഉപാസനാകാന്ഡത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പം ഈ ഒരു ആത്മീയ തലത്തിനെ അംഗീകരിക്കണം. ഭൗതികമായതുമുണ്ട്, ആത്മീയമായതുമുണ്ട്. അപ്പം ഈ ഒരു ആത്മീയ തലത്തെ കൂടി അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തി ആ വേദത്തിന്റെ അവസാനം അല്ലെങ്കിൽ ആ ഒരു ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം ഇതിലേക്കൊക്കെ എത്തിച്ചേരുകയുള്ളൂ. അപ്പൊ ഈ കർമ്മകാന്ഡം എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ധർമ്മ, അർത്ഥ, കാമം അല്ലെ? ഈ ധർമ്മ, അർത്ഥ, കാമം, മോക്ഷം, ഇതാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. വേദം പഠിക്കുന്നവർ, വേദം കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഈ 4 കാര്യം: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പം ഈ 3 കാര്യങ്ങൾ. അപ്പം ഇതിൽ ധർമ്മം, അർത്ഥം, കാമ. അപ്പം ഇത് ചെയ്തിരുന്ന് കുറേ കഴിയുമ്പോൾ ഈ മോക്ഷ സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പം നമുക്കെന്ത് ചെയ്യും? അപ്പം ചിന്തിക്കും അല്ലേ, ധർമ്മം ചെയ്തത് മതി അല്ലേ? ധർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരർത്ഥമുണ്ടാകും, പിന്നെ അതിന് കാമത്തിലേക്ക് നയിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത്രയും നാൾ നമ്മൾ സമ്പാദിച്ചതൊക്കെ മതി അല്ലേ, കാമമൊക്കെ മതി. അപ്പം ഇതിനെല്ലാം ഉപരിയായിട്ട് എന്തുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കും. ആ ഒരു അന്വേഷണമാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്. ആ മോക്ഷ അടുത്താണ് ആ ഒരു മോക്ഷത്തിലേക്ക് എടുത്തുന്നത്. ആ അവസ്ഥയാണ് അതാണ് ഈ ആത്മീയപരമായിട്ടുള്ള തലം എന്ന് പറയുന്നത് വേദത്തിന്റെ അല്ലേ? ആ വേദത്തിന്റെ ആത്മീയപരമായിട്ടുള്ള തലമാണ് 4 കാര്യങ്ങൾ: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പം ആ മോക്ഷത്തിലേക്ക് എത്തുന്ന അതുവരെ ഉണ്ടായിരുന്ന സംഗതികളെല്ലാം അല്ല, ശരിയല്ല, അതിന് ഉപരിയും എന്തോ ഉണ്ട് എന്നുള്ള അന്വേഷണമാണ് മോക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം നമുക്ക് ഈ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്താണെന്ന് നോക്കാം. അപ്പം വൈദിക രീതിയിൽ കൂടെ വേദങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ വൈദിക ശാസ്ത്രങ്ങൾ പഠിച്ച് വൈദിക രീതിയിൽ കൂടിയിട്ട് ജീവിച്ച് ഒരാളുടെ ഭൗതികപരമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് അതീന്ദ്രിയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടാം. അപ്പോൾ ഭൗതികപരമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം അത് വേദത്തിനകത്ത് നിന്നുകൊണ്ടാവണം അല്ലേ? വേദത്തിനകത്ത് നിന്നുകൊണ്ട് ഭൗതിക കാര്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് ആ ഒരു അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാല്
ഇതില് എല്ലാം ഉണ്ട്. ധർമ്മത്തിൽ എന്താണ്? ഭാര്യയോടുള്ള ധർമ്മം, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ധർമ്മം, കുട്ടികളോടുള്ള ധർമ്മം, കുട്ടികൾക്ക് അച്ഛനമ്മമാരോടുള്ള ധർമ്മം, അല്ലേ? അപ്പം ഇതെല്ലാം എന്താണ്? ധർമ്മമാണ്. അപ്പം മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട് ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ശരീരം കേവലം ഗലുധർമ്മ സാധനം, അല്ലെ? ശരീരത്തോട് ധർമ്മം ആചരിക്കുക. എന്താണ്? ശരീരത്തിന് വേണ്ട ഭക്ഷണം നൽകുക, കുളിക്കുക, തേവാരം, പിന്നെയോ അമ്പലങ്ങളിൽ പോകുന്നത്, മറ്റുള്ളവരെ സഹായിക്കുന്നത്, ധ്യാനത്തിലിരിക്കുന്നത്, ഇതെല്ലാം എന്താണ്? ധർമ്മത്തിന്റെ ഭാഗമാണ്. അപ്പം അതെങ്ങനെ ചെയ്യുന്നു? വേദത്തില് നിന്നുകൊണ്ട് ചെയ്യുന്നു. അപ്പം വേദത്തിന് പറയുന്നത് അനുസരിച്ച് ചെയ്യുന്നതാണ് ഈ ധർമ്മം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? വേദത്തിന് പുറത്ത് നിൽക്കുന്നവരെ വേദത്തിനകത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യിക്കുകയാണ്. അപ്പം ആ വേദത്തിനകത്ത് വന്നിട്ട് ചെയ്യുന്ന ധർമ്മം ചെയ്യുമ്പോഴെന്താണ്? അടുത്ത അർത്ഥത്തിലേക്ക് പോകും, അല്ലെ? നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാകും, ഒരർത്ഥം ഉണ്ടാകും. അതാണ് ധർമ്മം, അർത്ഥം. അപ്പം ഈ ധർമ്മത്തിൽ എന്തൊക്കെയാണുള്ളത്? ധർമ്മത്തിൽ ശ്രാദ്ധമുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാം. അപ്പം ഈ വേദത്തിന് പുറത്തുള്ളവരെന്താണ്? അവര് സഹായിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്? വേദത്തിന് പുറത്തുള്ളവര് അത്യാർത്തി കാരണം മറ്റുള്ളവരെ സഹായിക്കത്തില്ല. പക്ഷെ അവരെന്ത് ചെയ്യും? ഈ വേദത്തിനകത്ത് വരുമ്പോഴ് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കാണും, അല്ലേ? ഞാൻ ഈ ഒരു ആളെ സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പുണ്യം കിട്ടും, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രീതി ഉണ്ടാവും, അല്ലെങ്കിൽ ദൈവം എനിക്ക് ഒരാൾക്ക് 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ദൈവം എനിക്കൊരു 4 രൂപ തിരിച്ചു തരും. അപ്പം ആ ഒരു രീതിയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പം വേദത്തിന് ധർമ്മം ആചരിക്കില്ല, മറ്റുള്ളവരെ സഹായിക്കത്തില്ല. അപ്പം വേദത്തിനകത്ത് വരുമ്പോഴെന്താണ്? സഹായിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കാണും. അങ്ങനെ അവർ സഹായിക്കാൻ തുടങ്ങും. അതാണ് ധർമ്മം. ആ പുണ്യം എന്താണ്? അടുത്ത അർത്ഥത്തിലേക്ക് മാറ്റപ്പെടും. അതാണ് അങ്ങനെ അർത്ഥമുണ്ടാകും. അതാണ് ധർമ്മം, അർത്ഥം. അപ്പം 2 രീതിയിലുണ്ടാകാം. വേദത്തിന് പുറത്തുള്ളവരെന്താണ്? ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും അർത്ഥമുണ്ടാകും, അല്ലേ? ഇപ്പൊ നമുക്കറിയാം കുറെ ഗുണ്ടകളും പലിശക്കാരും ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലേ? അവർ കാശെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവരുടെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അവർ ധർമ്മം ചെയ്യുകയാണ്. പക്ഷെ അവരുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലാക്ക് മണിയാണ്, അല്ലേ? അത് നേരായ മാർഗത്തിലൂടെയുള്ള അല്ല. അപ്പം അവര് തന്നെ അത് വൈദിക ജീവിതം അനുഷ്ഠിച്ച് ധർമ്മം ചെയ്താൽ എന്താണ്? അത് ശരിയായിട്ടുള്ള ധർമ്മമായിട്ട് മാറ്റും. അപ്പം ഭാഗവതത്തിൽ തന്നെ 11-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്, അല്ലെ? 11-ാം സ്കന്ധം 11-ാം അധ്യായം 19-ാം ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ഗാം ദുഗ്ധാം അസതീം ച ഭാര്യാം, അല്ലെ? അസത് പ്രജാംശ വിത്തം അതീർത്തീകൃതം, പിന്നെയോ ഹീനം മയാ രക്ഷതി ദുഃഖ ദുഃഖി. ഇപ്പം ഗാ ദുഗ്ധാം, കറവ പറ്റിയ പശു, പിന്നെയോ അസതം ച ഭാര്യ, സതിയില്ലാത്ത ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാതിവ്രതമില്ലാത്ത ഭാര്യ. അസത് പ്രജാംച എന്ന് വെച്ചാൽ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികള്. വിത്തം അതീകൃതം, അതീർത്തീകൃതം, അല്ലെ? വിത്തം എന്ന് വെച്ച് കഴിഞ്ഞാല് ധനമുണ്ട്, പക്ഷെ അതീർത്തീകൃതം, തീർത്ഥീകരിച്ചിട്ടില്ല, അതായത് പ്യൂരിഫൈഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതെന്തുകൊണ്ടാണ്? ഹീനം മയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതായിട്ടുള്ള വാക്ക്. ഞാൻ എന്ന് പറയുന്ന ഭഗവാൻ ഇല്ലാതായിട്ടുള്ള വാക്ക്. പിന്നെയോ രക്ഷതി ദുഃഖം ദുഃഖ ദുഃഖി. അപ്പം ഇതെല്ലാം എന്താണ്? ദുഃഖത്തിലേക്ക് കലാശിക്കൂ. ആരൊക്കെയാണ്? കറവ പറ്റിയ പശു, പിന്നെയോ സതിയില്ലാത്ത ഭാര്യ, പാതിവ്രതമില്ലാത്ത ഭാര്യ, പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികള്, അസത് പ്രജാംശ, പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികള്, വിത്തം അതീർത്തീകൃതം, വിത്തം, അല്ലെ? ധനമുണ്ട്, പക്ഷെ അതീർത്തീകൃതം, അത് തീർത്ഥീകരിച്ചിട്ടില്ല. അപ്പൊ ഇതെല്ലാം എന്താണ്? ഹീനമയ. പിന്നെയോ ഞാൻ ഇല്ലാതായിട്ടുള്ള വാക്ക്, ഭഗവാൻ ഇല്ലാത്തതായിട്ടുള്ള വാക്ക്, രക്ഷതി ദുഃഖ ദുഃഖി. ഇതെല്ലാം എന്താണ്? ദുഃഖത്തിലേക്ക് കലാശിക്കൂ. ഇങ്ങനെയുള്ള നേടുന്ന ധനവും മറ്റും എല്ലാം എന്താണ്? ഇതെല്ലാം ദുഃഖമേ നമുക്കുണ്ടാക്കൂ. അപ്പം അതിന് പകരം എന്താണ് വേണ്ടത്? ഇതെല്ലാം വേണം? വൈദിക ഗൈഡ് ലൈൻസിലൂടെ അതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പറഞ്ഞു വരുന്നത്, വേദങ്ങളുടെ പുറത്ത് ജീവിക്കുന്നവരെന്താണ്? അവരുടെ ധനം തീർത്ഥീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ധനത്തിൽ നിന്നും എന്താണ്?
ഒരു തുടം നെയ്യ് കഴിച്ചാലും എന്ത് നമുക്ക് അസുഖമുണ്ടാകും, കൊളസ്ട്രോൾ ഒക്കെ വരുമെന്നാണ് പറയുന്നത്. പക്ഷെ അതേസമയം വേദത്തിനകത്ത് കയറി ആ രീതിയിൽ ധർമ്മം ചെയ്യുമ്പോൾ എന്താണ്, അങ്ങനെയുള്ള രീതിയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കഴിച്ചാല് എന്താണ്, ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരാൻ കാരണം എന്താണ്, നമ്മുടെ ധനം അതീർത്തീകൃതം. ധനമുണ്ട്, പക്ഷേ അത് തീർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു അവസരം കിട്ടുന്ന സമയത്ത് എത്ര പിശുക്കനായാലും പൈസ ചെലവാക്കുന്നില്ല എങ്കിൽ ഭഗവാന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെലവാക്കണം. അവരെ ഒരു സമയം മാത്രമേ നമുക്ക് കിട്ടൂ, അല്ലേ? അങ്ങനെയെങ്കിലും അവര് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന്. നമ്മൾ ഒരിക്കലും വൈദിക രീതിയിലല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എന്താണ്, അത് തീർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ടാവും, അതിന് പ്രതിപ്രവർത്തനങ്ങളും ഉണ്ടാകും, പാപമുണ്ടാകും. ഇപ്പം നമ്മൾ ചിന്തിക്കാം, പുറത്തുള്ളവര് പലരും കാശുകാരൻ ആണല്ലോ എന്ന് തോന്നാം, പക്ഷെ അവരുടെ കാര്യമൊക്കെ എന്താണ്, കഷ്ടമാണ്, അല്ലേ? നമുക്കറിയില്ല അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന്. ഇപ്പൊ ഇത്രയും കാശുള്ള അംബാനി, ആദ്യത്തെ അംബാനി, അദ്ദേഹം മരിച്ചിട്ട് പോലും എന്താണ്, 2 ദിവസം കഴിഞ്ഞാണ് ആൾക്കാരെ തന്നെ അറിയിച്ചത് തന്നെ. അപ്പം തീർത്തീകരിച്ച ധനം വരുമ്പോഴെന്ത് കിട്ടും, അർത്ഥം കിട്ടും. അപ്പം നമുക്കെന്താണ്, സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിൽ അഡ്മിഷൻ ആയാലും കോളേജ് അഡ്മിഷൻ ആയാലും ഒക്കെ തന്നെ എന്താണ്, പല രീതിയിൽ പോയിട്ട്, അല്ലേ, ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ സീറ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നല്ല രീതിയിലാണ് എങ്കിൽ ഭഗവാന്റെ സഹായം ഉണ്ടാകും. വൈദിക രീതി അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ആ ഏത് ദേവിയാണോ ഏത് ദേവനാണോ അതനുസരിച്ച് നമുക്ക് എന്താണ്, ഗവൺമെന്റ് കോട്ടയിൽ വരെ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ആ പൈസ ആയാലും എന്ത് തന്നെ ആയാലും നമ്മൾ എന്താണ്, തീർത്തീകരിച്ചിരിക്കണം. അതാണ് വൈദിക രീതി എന്ന് പറയുന്നത്, അല്ലേ? വേദം എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വേദത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതനുസരിച്ച് എങ്ങനെയാണ് ഒരാൾ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പം നമ്മൾ പണ്ട് കാലങ്ങളിൽ അറിയാം, എവിടുന്നെങ്കിലും കപ്പലണ്ടിയൊക്കെ മേടിക്കുന്ന സമയത്ത്, അല്ലേ, ഉന്തുവണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് 1 രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് എടുത്തിട്ട് വീണ്ടും കുറച്ചുകൂടെ നുള്ളി അവരതിനകത്ത് ഇടും. എന്തുകൊണ്ടാണ്, വെറുതെ ഇടും. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതേപോലെ കടയിൽ നിന്ന് പഞ്ചസാരയൊക്കെ മേടിച്ചു കഴിഞ്ഞാലും എല്ലാം തൂക്കി കഴിഞ്ഞിട്ടും എന്താണ്, കുറച്ച് അതിനകത്തിടും. അപ്പം അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ഇട്ട കപ്പലണ്ടിയിൽ എന്തെങ്കിലും കേടുണ്ടോ, കൊള്ളാത്തതുണ്ടോ, അല്ലേ, ആ ഒരു ചിന്തയിൽ കൊണ്ടാണ് എന്ത് അധികമായിട്ടിടുന്നത്. അതേപോലെ തന്നെയാണ് എന്ത് ഈ പഞ്ചസാരയുടെ കാര്യവും. അപ്പം പഞ്ചസാര തന്നെ തൂക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിനകത്ത് കുറവുണ്ടോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഇടും. ഇതാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പം പണ്ട് മുതലേ ഇതൊക്കെ ആചരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ, അല്ലേ? നമ്മളെന്ത് ചെയ്യും, അത് അടുത്ത ധർമ്മം, അടുത്ത കാമത്തിലേക്ക് മാറ്റപ്പെടും, അല്ലേ? പൈസ വഴി എന്തൊക്കെ കിട്ടും എന്നൊക്കെ ചിന്തിക്കും. എന്തൊക്കെയാണ് പൈസ വഴി കിട്ടുന്നത്? കാമം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹം, കുടുംബം, ആരോഗ്യം, അല്ലേ, പിടിപാടുകൾ, പിന്നെയോ ആൾക്കാരുടെ അടുത്ത് റെക്കഗ്നൈസേഷൻ. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പൈസക്കാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുൻഗണനയുണ്ടാവും, അല്ലേ? നമുക്കെന്താണ്, ആ ഒരു വ്യക്തിയുടെ യോഗ്യത അല്ലായിരിക്കും അവിടെ നോക്കുന്നത്. അപ്പം അതേപോലുള്ള നമ്മളെ ആ പൊക്കിക്കൊണ്ട് നടക്കാനുള്ള ഇതുണ്ടാവും. പിന്നെ ഡിഗ്രി, അല്ലേ, പല രീതിയിലുള്ള ഡിഗ്രികൾ കിട്ടും. അതാണ് ഈ കാമത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉള്ളത്. അതാണ് കാമം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കുറെ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരേ കാര്യം തന്നെ. ഇത് ഓരോ ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു തരുന്നതാണ് വേദത്തിലെ ഈ കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും ഒക്കെ. അപ്പം അങ്ങനെ കുറെ കഴിയുമ്പോഴെന്താണ്, ഒരേ കാര്യം തന്നെ എന്നും ചെയ്യുന്നു, ഒരേ ഭാര്യ എന്നും ഒരേ ഭർത്താവ്, അങ്ങനെ ബോറടിക്കും. അപ്പോൾ ചിന്തിക്കും, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം, എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, അല്ലേ? നമ്മൾ ചിന്തിക്കും കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സന്തോഷമാവുമെന്ന്. അങ്ങനെ 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. അതിന് ശേഷമാണെന്ത് കഷ്ടപ്പാട് തുടങ്ങുന്നത്. എന്താണ്, അതുവരെ ജോലിക്കും പോകണ്ടായിരുന്നു, വീട്ടുകാരുടെ ചെലവിൽ പുട്ടുപടിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കിന് പിന്നെ കഷ്ടപ്പാടാ, എന്നും ജോലിക്ക് പോകണം. അതുവരെ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ വൈഫും 2 പേരോട് ഒരുമിച്ചിരിക്കും, ജോലിക്കൊന്നും പോകണ്ട, അല്ലേ? അത്രയ്ക്ക് സ്നേഹമൊക്കെയാണ്. കുറെ കഴിയുമ്പോഴത്തേക്കിന് ഭാര്യ തന്നെ പറയും,
നിങ്ങൾ എന്തിനാണ് ഈ വീട്ടിൽ കുത്തിയിടിക്കുന്നത്? എണീറ്റ് ജോലിക്ക് പോകാൻ വേണ്ടി. കാരണം എന്താണ്? ജോലിക്ക് പോയാലേ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പം കാശ് വേണം, കാറ് മേടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് വീണ്ടും ഒരു 25 വർഷവും കൂടെ കടന്നു കിട്ടും. അപ്പം എന്താണ്? ധർമ്മം, അർത്ഥം, കാമം. 4-മത്തെയാണ് ഈ മോക്ഷം എന്ന് പറയുന്ന സ്റ്റേജ്. അപ്പം ഈ കാമത്തിൽ വരുന്ന സമയത്ത് എന്താണ്? 25 വയസ്സിൽ കല്യാണം കഴിക്കും. പിന്നെ ഒരു 25 വയസ്സ് എല്ലാവരെയും പഠിപ്പിക്കാനും ജോലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു 25 വർഷവും കൂടെ പോകും അല്ലേ? അറിയാതെ തന്നെ 2 കുട്ടികളും ഉണ്ടാകും. അബത്യവത്യ എന്നാണ് പറയുന്നത് അല്ലേ? അബദ്ധത്തിൽ ഉണ്ടാകുന്നതാണ് കുട്ടികളെന്നാണ് പറയുന്നത്. അപ്പം കണ്ടിട്ടില്ലേ, ഭാര്യ ഗർഭിണിയാണെന്ന് പറയുമ്പോഴത്തേക്കിന് അയ്യോ ആണോ എന്ന് ചോദിക്കും അല്ല ഭർത്താക്കന്മാർ. ചിലപ്പോൾ എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നതാണ് അബദ്ധത്തിലാണ് കുട്ടികൾ ജനിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പം ശാസ്ത്രം പറയുന്നു എന്താണ്? അബദ്ധത്തിൽ വരുന്നതാണ് ഈ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോഴേ നമ്മൾ ചിന്തിക്കും അല്ലേ, ഇനി എന്തിന് ജോലി ചെയ്യണം? നമുക്കറിയാം ഒരുപാട് പൈസക്കാരുണ്ട്, ബിൽഗേറ്റ്സിനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ അവരുടെ 60% പൈസയും എന്താണ് ഇപ്പോഴ് പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത്രയും പൈസ കൂട്ടിവെച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കാൻ തുടങ്ങി അല്ലേ? അദ്ദേഹത്തിന്റെ പൈസ കൊണ്ട് ഇത്ര വലിയ പണക്കാരനാ, ഒരുമിച്ച് ഒരു 20 ഇഡ്ഡലി കഴിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. 50 എണ്ണം കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ എന്തുകൊണ്ടാണ്? എപ്പോഴും തിരക്കാണ്. 50 വയസ്സാകുമ്പോഴത്തേക്കിന് ചിന്തിക്കാൻ പോയി തുടങ്ങും. അപ്പോഴത്തേക്കിന് BP ആവും, കൊളസ്ട്രോൾ ആവും അല്ലേ? ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം വരും. അപ്പം ഇതെല്ലാം തരണം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? മോക്ഷത്തിലേക്ക് പോകണം. മോക്ഷത്തിലേക്ക് പോകാൻ പറ്റുമോ? ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മോക്ഷത്തിലേക്ക് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താണ് പ്രശ്നം? ഭാഗവതം പറയുന്നു എന്താണ് പറയുന്നത്? പുംസാം സ്ത്രീയ മിഥുനീഭാവമേദം തയോർമിതോ ഹൃദ്യ ഗ്രന്ഥിം അഹു അതോ ഗൃഹക്ഷേത്ര സുതാപ്ത വിത്തൈ ജനസ്യ മോഹോ യം അഹം മാമേതി. ഒരു സ്ത്രീയും ഒരു പുരുഷനും അവിടെ ഒരുമിക്കുമ്പോൾ അതോ ഗൃഹക്ഷേത്ര സുതാപ്ത വിത്തൈർ എന്തുണ്ടാവും? വീട്, സ്ഥലം, മക്കള്, സുഹൃത്തുക്കള്, ധനം ഇത്രയും സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു. വെറുതെ ഇരുന്നാല് ഒരു പ്രശ്നവുമില്ല. പക്ഷേ എന്താണ് പ്രശ്നം? ഒരു പുരുഷനും സ്ത്രീയും കൂടി ഒരുമിക്കുന്ന സമയത്ത് എന്താണ്? വീണ്ടും കെട്ടുപാടുകളാകും, ബന്ധങ്ങളാകും, ബന്ധുക്കളാകും. അവിടെ നിന്നും എന്താണ്? ആ മോക്ഷത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അപ്പം ഇതൊക്കെ സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഒരുവനെ പ്രേരിപ്പിക്കും. അങ്ങനെ സമാഹരിക്കും. അങ്ങനെ സമാഹരിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴെന്താണ്? അതോ ഗൃഹക്ഷേത്ര സുതാപ്ത വിത്തേർ. അങ്ങനെ അവൻ ഭാവിയില് സുഹൃത്തുക്കളാലും മക്കളാലും ഭാര്യയാലും കെട്ടിവരിയപ്പെടും. ഹൃദ്യഗ്രന്ഥിയും അഹു ഹൃദയത്തിൽ തന്നെ കെട്ടുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആ അവസ്ഥയിൽ എന്തായിരിക്കും അവൻ ചിന്തിക്കുക? ജനസ്യ മോഹോ യം അഹം മാമേതി. എന്ത് ചിന്തിക്കും? ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിക്കും. ഞാനാണ് കർത്താവ്, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ? ഇതിൽ നിന്നും എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അങ്ങനെ അവൻ എന്താണ് പറ്റുന്നത്? മോക്ഷത്തിലേക്ക് പോകാതെ അതോ ഗൃഹക്ഷേത്ര സുതാപ്ത വിത്തേർ കെട്ടിവരിയപ്പെടും. ഇതിനെയാണ് എന്ത് പറയുന്നത്? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന മായ എന്ന് പറയുന്നത്. ഇതാണ് മായ അല്ലേ? എല്ലാത്തിനാലും കെട്ടിവരിയപ്പെടും, മോഹങ്ങളാല് കെട്ടിവരിയപ്പെടും. ഇത് തന്നെയാണ് എന്താണ് ഇതിന്റെ വേറെ ഒരു രീതിയാണ് കുടുംബസ്ഥരല്ലാത്ത ബ്രഹ്മവാദികളും ഒക്കെ തന്നെ വേദപഠിതാക്കൾക്കും പറ്റുന്നത്. എന്താണ്? അവർ വിചാരിക്കും കുറെ കഴിയുമ്പോൾ ഞാൻ ഈശ്വരൻ, നീയും ഈശ്വരൻ അല്ലേ? സർവം ഗല്യൂതം ബ്രഹ്മം, എല്ലാം ബ്രഹ്മമാണ്. മുന്നേട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ഞാനും ഈശ്വരനാണ്, നീയും ഈശ്വരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു സുഖമുണ്ട്. നാട്ടുകാരോടൊക്കെ പറയാം, ഞാൻ ഈശ്വരനാണ് അല്ലേ? നീ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? എന്നെ ഭജിച്ചാൽ മതി. പക്ഷേ ഇതെല്ലാം എന്താണ്? ഓരോ പ്രോസസ്സാണ്. അവസാനത്തേക്ക് ചെല്ലണം. ആ മോക്ഷപ്രാപ്തിയിലേക്ക് ചെല്ലണമെങ്കിൽ എന്ത് വേണം? വീണ്ടും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതും താണ്ടി വരണം. എന്തിനു വേണ്ടിയിട്ട്? മോക്ഷം കിട്ടുവാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെല്ലാം താണ്ടി വരണം. എല്ലാം മതി അല്ലേ? തലയൊക്കെ നരച്ചു, എല്ലാത്തിൽ നിന്നും അഭിനിവേശമൊക്കെ കുറച്ച് ഞാൻ എവിടെ നിന്ന് വന്നു, ഇനി എന്താണ് അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമുക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കും.
പ്രായമായാലും നമ്മൾ ചിന്തിക്കണം, നമ്മൾ എവിടുന്ന് വന്നു, അല്ലേ? എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? ഭഗവാൻ എന്തിനാണ്? ആരാണ് ഭഗവാൻ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എന്ത് ഉയരാം. കർമ്മകാണ്ഡത്തിൽ നിന്നും എന്താണ് ഉയരാൻ വേണ്ടിയിട്ട് പറ്റും. ഇല്ല എങ്കിൽ ആ കർമ്മകാണ്ഡത്തിൽ തന്നെ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പം ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്ന സമയത്ത് എന്താണ് ആൾക്കാർ പറയും, പ്രഭു എന്താ വേറെ പണിയൊന്നുമില്ലേ? ഇത് തന്നെയാണ് സുഖം. 4 യമനിയമങ്ങളൊക്കെ പാലിക്കണം, അല്ലെങ്കിൽ മാല ജപിക്കണം, ഒന്നിൻ്റെ ഒരു ആവശ്യവുമില്ല. ഇത് തന്നെ മതി. വല്ലപ്പോഴും ഒന്ന് അമ്പലത്തിൽ പോകണം, അല്ലേ? 2 ശത്രു സംഹാര പൂജ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടാണ്, നാട്ടുകാരെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊന്നുമില്ലാതെ, ഈ സുഖസൗകര്യങ്ങളൊന്നും ഇല്ലാതെ എന്തിനു വേണ്ടിയിട്ട് ജീവിക്കണം? അപ്പം അങ്ങനെയുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ തിരിച്ചിതാണ് പറയുന്നത്, ഞങ്ങൾക്ക് രാവിലെ എണ്ണീറ്റണം, കുളിക്കണം, ഹോട്ടലിൽ നിന്നെല്ലാം വരുത്തി കഴിക്കണം, പുറത്തൊക്കെ ഒന്ന് കറങ്ങണം, ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് സൂഹിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. ആ രീതിയിലാണ് നമ്മൾ നടക്കുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മൾ നിർമ്മിച്ചതാണ്. അതിനൊരു ലിമിറ്റുണ്ട്. ഭഗവാൻ എന്താണോ തന്നത് അതാണ് നമ്മൾ പാലിക്കേണ്ടത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, അല്ലേ? നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അല്ലേ? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് കഴിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ചെറുപ്പം മുതൽ ഇത്രയും നാളും എത്ര ലോറി ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പം ഈ കർമ്മകാണ്ഡത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? വിശപ്പിന് വേണ്ടിയിട്ടാണ് ആഹാരം കഴിക്കുന്നത്. എന്നാൽ ആ മോക്ഷ സ്റ്റേജിൽ വരുന്ന സമയത്ത് എന്താണ് നമ്മൾ ആലോചിക്കും, അല്ലേ? എന്താ ആലോചിക്കുന്നത്? അവിടെ വിശപ്പിന് വേണ്ടിയല്ല ആഹാരം കഴിക്കുന്നത്. എത്ര കഴിച്ചാലും വിശപ്പ് മാറില്ല എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. എന്നും കുളിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? കർമ്മകാണ്ഡത്തിൽ അഴുക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? അശുദ്ധമാകാൻ വേണ്ടിയിട്ട്. പക്ഷേ ജ്ഞാനകാണ്ഡത്തിൽ എന്താണ് ചിന്തിക്കുന്നത്? എത്ര കുളിച്ചാലും ശുദ്ധിയാകില്ല, പിറ്റേന്ന് വീണ്ടും കുളിക്കണം എന്ന തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുളിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയാലേ നമ്മൾ മനസ്സിലാവും ഇത് വെറും ശരീരമാണ് എന്ന്. ഇതിനുപരി എന്തോ സംഗതി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാവും. അപ്പം എത്ര കഴിച്ചാലും എന്താണ്? വിശപ്പ് മാറില്ല. എത്ര കുളിച്ചാലും ശുദ്ധിയുമാകില്ല. ഇതിന് വേറെ എന്തോ സെറ്റപ്പ് ഉണ്ട്, അല്ലേ? സ്ഥിരമായി വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട്. സ്ഥിരമായിട്ട് ശുദ്ധിയായിരിക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പൊ എന്ത് വേണം? നമ്മൾ അതിലേക്ക് പോകണം. അതാണെന്ത്? ഈ ഉപാസനാകാന്ഡം എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടേണ്ടത് കിട്ടിയാൽ എന്ത് മാറും? നമ്മുടെ വിശപ്പും മാറും, ദാഹവും മാറും. അപ്പം ഗോസ്വാമിമാരൊക്കെ എന്താണ് അങ്ങനെയാണ്. എന്താണ് അവര്? നിദ്രാവിഹാരഗതി വിജിതൗ ചതന്തി ദീനൗ ചയൂ. അവർക്ക് എന്താണ്? നിദ്രയില്ല, ആഹാരമില്ല, ഒന്നുമില്ല. പിന്നെ എന്താണ്? രാധാകൃഷ്ണ ഗുണസ്മൃതിർ, അല്ലേ? മധുരമന്ദേന സമ്മോഹിതവും. അവർക്ക് എന്താണ്? നിദ്രാഹാര വിഹാരഗതി. നിദ്രയില്ല, ഉറക്കമില്ല, ഊണില്ല, ഒന്നുമില്ല. രാധാകൃഷ്ണ ഗുണസ്മൃതിർ, രാധാകൃഷ്ണന്റെ, അല്ലേ? ശ്രീകൃഷ്ണ ഭഗവാന്റെയും രാധാറാണിയുടെയും കാര്യങ്ങൾ ആലോചിച്ച് നടക്കുകയായിരുന്നു അവർ. അത് കാരണം എന്തുകൊണ്ട് അവർക്ക് വിശപ്പുമില്ല, ഉറക്കവുമില്ല, ഒന്നുമില്ല. അതാണ് യഥാർത്ഥമായിട്ടുള്ള മോക്ഷ സ്റ്റേജ് എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു ലെവലിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ കാര്യം കേട്ടാൽ പിന്നെ ഉറക്കവും വേണ്ട, ഊണും വേണ്ട, ഒന്നും വേണ്ട. അതാണൊരു മോക്ഷ സ്റ്റേജ് എന്ന് പറയുന്നത്. അല്ലാത്തത് മായയാണ്, അല്ലേ? ഓൾറെഡി പറഞ്ഞു മായ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. അപ്പം ധർമ്മം, അർത്ഥം, കാമം, അതിലേക്ക് അവിടെയും ഗോസ്വാമിമാരും എല്ലാവരും പറയുന്നത് എന്താണ്? വേദാന്ത സൂത്രവും പറയുന്നത് എന്താണ്? ധർമ്മം, അർത്ഥം, കാമം, അതിലേക്ക് ബന്ധനസ്ഥനാവരുതേ എന്നാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നത് അത് തുടക്കമാണ്, അതിനപ്പുറം എത്തണം. ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നത് 2-ാം അധ്യായത്തില് 53-ാം ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ശ്രുതി വിപ്രതിപന്നാദേ യഥാ സ്തയാദി നിശ്ചല സമാദൗചല ബുദ്ധിസ്തദാ യോഗം അവാപ്സ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശ്രുതി വിപ്രതിപന്നാദേ, ഹേ അർജുന, നീ വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങളിൽ മുങ്ങിപ്പോകാതെ, അല്ലെ? വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങളിൽ മുങ്ങിപ്പോകാതെ.
അലങ്കൃത വാക്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ധർമ്മം, അർത്ഥം, കാമം, പിന്നെ മോക്ഷം. ഇതില് നീ മുങ്ങിപ്പോകാതെ. പിന്നെയോ കാമം കഴിഞ്ഞാൽ ഉടനെ പണി കിട്ടും. എന്തുകൊണ്ടാണ്? കുട്ടികള്, ഭാര്യ. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് എന്താണ് പറയുന്നത്? നീ വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങളിൽ മുങ്ങിപ്പോകാതെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി നിന്റെ മനസ്സുറപ്പിച്ചാൽ എന്താണ്? നീ ദിവ്യാവബോധം കൈവരിച്ചു എന്നാണ്. എന്ന് കരുതിയിട്ട് കല്യാണം കഴിക്കേണ്ടെന്നല്ല പറയുന്നത്. അപ്പം അതിനുള്ള ഒരു സെറ്റപ്പാണ് എന്ത്? ഈ ഒരു ഹരേ കൃഷ്ണ പ്രസ്ഥാനം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്ത്? ഡയറക്റ്റായിട്ട് എന്താണ്? ഭഗവാനിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു വഴിയാണ് കാണിച്ചു തരുന്നത്. ഈ മറ്റ് വഴികളിലൂടെ കിടന്ന് കഷ്ടപ്പെടാതെ, അല്ലേ? അവരൊക്കെ കഷ്ടപ്പെട്ടോട്ടെ. ചിലപ്പോൾ നമ്മളെക്കാട്ടി അറിവുണ്ട് എന്ന് ആൾക്കാർ നടിക്കും. കുറേ ശ്ലോകങ്ങള്, സംസ്കൃത ശ്ലോകങ്ങള്, വേദം ഒക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് ആളാവാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ ചിലപ്പോൾ അതിനകത്തോട്ട് മുങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതാണ് ഭഗവാൻ പറയുന്നത്. എന്താണ്? ശ്രുതി വിപ്രതിപന്നാതെ യഥാ തസ്യാദി നിശ്ചല. അല്ലെ അർജുന, നീ വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങളിൽ മുങ്ങിപ്പോകരുത്. അല്ലേ? നീ വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങളിൽ മുങ്ങിപ്പോകാതെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നിന്റെ മനസ്സുറപ്പിക്കാൻ എന്നാണ് പറയുന്നത്. നീ ദിവ്യാവബോധം കൈവരിച്ചു എന്നാണ്. അങ്ങനെ മനസ്സുറപ്പിച്ചാല് നീ ദിവ്യാവബോധം കൈവരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം വേദങ്ങളുടെ മനസ്സിലാക്കുക, വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങളല്ല എന്ത് അവസാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷമല്ല അവസാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ഉപരി, അതിലുപരി എന്താണ്? അടുത്ത ലെവലുണ്ട്. അല്ലേ? നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോവുകയാണ്. അമേരിക്കയിൽ പോകുന്ന സമയത്ത് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. ദുബായിലോ അബുദാബിയിലോ എവിടെയെങ്കിലും ഇറങ്ങും. ഇറങ്ങിയിട്ട് എന്താണ്? അവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് പിടിക്കണം. അടുത്ത ഫ്ലൈറ്റ് പിടിച്ചാൽ എങ്ങനെയാണ്? അമേരിക്കയിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ ദുബായിൽ ഇറങ്ങുന്ന സമയത്ത് ഇതാണ് അമേരിക്ക എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ആ വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങളില് മുങ്ങിപ്പോകരുത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഫൈനൽ അല്ല വേദം എന്ന് പറയുന്നത്. അതിന് ഉപരിയുണ്ട്. ആരാണ് പറഞ്ഞേക്കുന്നത്? ഭഗവാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ? ഈ ധർമ്മം, അർത്ഥം, കാമം എന്ന് പറയുന്നത് ഒരു സ്ഥലം വരെ പോകൂ, നമ്മൾ പോകേണ്ടടുത്ത് എത്തില്ല. നമ്മൾ പോകേണ്ട സ്ഥലം എവിടെയാണ്? ഭഗവാന്റെ ധാമം പോലെയുള്ള സ്ഥലങ്ങള്. അല്ലേ? ദേവി ആരാധനകളും മറ്റുമൊക്കെയാണ് എവിടെയാണ്? സ്വർഗലോകം വരെയുള്ളൂ. അത് അവസാനമല്ല. അപ്പം ദൈവിക ബോധം എന്ന് പറയുന്നത് ട്രാൻസ്ഡെന്റൽ അവസ്ഥ. അവസാനം എന്ന് പറയുന്നത് എന്താണ്? ഗോലോക വൃന്ദാവനം, മോക്ഷ സ്റ്റേജ്. അപ്പം എല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? ശ്രുതി വിപ്രതിപന്നാതെ ധർമ്മ, അർത്ഥ, കാമത്തിൽ അതിൽ അട്രാക്റ്റഡ് ആയി അവിടെ തന്നെ ഇരിക്കും. അതാണ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത്. അപ്പം അങ്ങനെ അതിൽ മുങ്ങിപ്പോകാതെ അടുത്ത ലെവലിലേക്ക് പോകുമ്പോഴാണ് എന്ത്? ജ്ഞാനകാണ്ഡവും കഴിഞ്ഞിട്ട് മോക്ഷ സ്റ്റേജ്, അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പം ഒരിടത്ത് ഇറങ്ങിയിട്ട് അടുത്ത വണ്ടിയിലേക്ക് കയറണം. വേദം കഴിഞ്ഞു, അതിനുശേഷം വ്യാസദേവൻ പലതും ചെയ്തു വെച്ചിട്ടുണ്ട്. അവസാനം ഭാഗവതവും ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ എത്തണം, അവിടെ പോയി പഠിക്കണം. ഇതൊക്കെ പറയുന്നത് ആരെങ്കിലും ചോദിച്ചാൽ തിരിച്ച് മറുപടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പം നമുക്കറിയാം, ആദ്യത്തെ എന്താണ്? ഭൗതിക തലം. അല്ലേ? പിന്നെ എന്താണ് ഇനിയുള്ളത്? ഇതിന് തന്നെ ഒരു 3 ആത്മീയ തലങ്ങളുണ്ട്. ഇത്രയും നേരം പറഞ്ഞ ഭൗതിക തലമായിരുന്നു. അന്നേരം പറയാം പിന്നെ എന്താണ്? ഇതിനൊരു ആത്മീയ തലം കൂടിയുണ്ട് ഈ കർമ്മകാണ്ഡത്തിന്. എന്താണ്? സംബന്ധ, ആഭിധേയ, പ്രയോജന. അപ്പം ഈ 3 കാര്യങ്ങളാണെന്ത്? ആത്മീയ തലം. ഇതെന്താണ്? പെട്ടെന്ന് ഓടിച്ചു പറയാം. സംബന്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത്? ബന്ധിപ്പിക്കുന്നത്. അല്ലേ? നാമും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ സാക്ഷാത്കരിക്കുന്നതാണ് എന്ത്? സംബന്ധ എന്ന് പറയുന്നത്. അപ്പം ജ്ഞാനകാണ്ഡത്തില് ഞാൻ ആരാണ്, എന്താണ് ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം, അല്ലേ? ഈശ്വരൻ ആരാണ്? അപ്പം ഇത് ജ്ഞാനകാണ്ഡത്തിലാണ്, അല്ലെ? മോക്ഷ സ്റ്റേജ്. അപ്പോൾ മനസ്സിലാകും എന്താണ് ഞാൻ ആരാണ്, ഞാൻ ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ജ്ഞാനകാണ്ഡത്തിൽ നിന്ന് മനസ്സിലാക്കും. എന്താണ് ഭഗവാൻ പറയുന്നത്? മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. എല്ലാ ജീവാംശങ്ങളും എല്ലാ ജീവജലങ്ങളും
എൻ്റെ അംശമാണ്. അഹം ബീജപ്രദാപിത. എല്ലാ ജീവജാലങ്ങൾക്കും ബീജം നൽകിയിരിക്കുന്നത് പിതാവും ഞാനാണ്. അപ്പൊ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം നമ്മൾ എന്ത് മനസ്സിലാക്കി, അതിനെയാണ് സംബന്ധ എന്ന് പറയുന്നത്. അപ്പം ഇത് ജ്ഞാനകാണ്ഡത്തിൽ നിന്നും അടുത്ത ലെവലിലേക്ക് പോയാൽ മാത്രമേ മനസ്സിലാക്കൂ. അപ്പം ബന്ധം മനസ്സിലാക്കി. ഇനി എന്താണ്? അടുത്ത ലെവലാണ്. നമുക്കറിയാം സംബന്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ, സംബന്ധ ബന്ധം മനസ്സിലാക്കി. പിന്നെ എന്താണ്? നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആഭിധേയ. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും വീടുകളിൽ കല്യാണം കഴിച്ചാൽ ആ കല്യാണം കഴിച്ച ദിവസം തന്നെ ചിലപ്പോൾ വീട്ടുകാർ വിരുന്നിന് വരും അല്ലേ. അവരുടെ വീട്ടിൽ നിന്ന് പല സാധനങ്ങളും ഒക്കെ ആയിട്ട്, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ആയിട്ട് വരും. ഇപ്പം കാറും സ്കൂട്ടറും ഒക്കെയാണ്. അപ്പം ആ അവസരത്തിൽ അതെല്ലാം കൊണ്ടിട്ട് വീട്ടിൽ വരും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു കുട്ടിയെ ആ വീട്ടിലേക്ക് കല്യാണം വിവാഹം ചെയ്ത് അയച്ചു. അപ്പം അവിടെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പം ഇതൊന്നും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ബന്ധം ദൃഢീകരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ആ ബന്ധം ഒന്നുകൂടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ദദാതി പ്രതിഗ്രഹണാദി. എന്താണ്? സമ്മാനങ്ങൾ കൊടുക്കുകയും സമ്മാനങ്ങൾ സ്വീകരിക്കുകയും. അതേപോലെ എന്താണ്? ആ ബന്ധം ദൃഢീകരിക്കും. ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം ആ സംബന്ധയിൽ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യും. എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മൾ ഭഗവാന് പൂ കൊടുക്കുന്നു, ഭോഗ കൊടുക്കുന്നു അല്ലേ. അങ്ങനെ സമയത്ത് എന്താവും? ഭഗവാൻ ഒരു പെൺകുട്ടി ഒരു പുരുഷനെ സ്നേഹിക്കുന്ന സമയത്ത് ഒരു ബന്ധമായി അല്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും. എപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും? ഇല്ല. അങ്ങനെയാണെങ്കിൽ ബോറടിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? ഇവർ തമ്മിൽ അങ്ങോട്ട് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കും, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും അല്ലേ. എങ്ങനെയെങ്കിലും എൻ്റെ ഇണയെ പ്രീതിപ്പെടുത്തണം. അപ്പോൾ ആ ബന്ധം ഒന്നുകൂടിയിട്ട് ദൃഢമാകും. അപ്പം അതേമാതിരി തന്നെയാണ് കൃഷ്ണനും നാമും തമ്മിലുള്ള ബന്ധം. നമ്മൾ ഈ ഭൗതികപരമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എന്താണ്? ഭഗവാനോടാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഭൗതിക ലോകത്തിലുള്ള ആണിനോടും പെണ്ണിനോടുമല്ല. അപ്പം നമ്മൾ വിപരീതമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത്? നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അത് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യണം. നമ്മളല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് എന്ത്? നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മുടെ ആക്ഷൻ, സംബന്ധം അല്ലെങ്കിൽ ആ ഭഗവാനോടുള്ള പ്രേമം എങ്ങനെയാണ് നമ്മൾ പ്രീതിപ്പെടുത്തുന്നത്? എങ്ങനെയാണ്? അത് 9 വിധമായിട്ടുള്ള ഭക്തി പ്രക്രിയയിലൂടെ നമ്മൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണത്? സംബന്ധം, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, സഖ്യം, ആത്മനിവേദനം അല്ലേ. അതിലൂടെ നമ്മൾ ആ ഒരു ബന്ധം, ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താണ്? ദൃഢീകരിക്കുകയാണ്. ഇതൊക്കെ ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ്. ഇതാണ് ആഭിധേയ എന്ന് പറയുന്നത്. സംബന്ധ ആഭിധേയ അല്ലേ. ഈ ഒരു കാര്യം ജീവാത്മാവ് മനസ്സിലാക്കിയിട്ട് ഭഗവാനുമായിട്ടുള്ള ബന്ധം ദൃഢീകരിക്കുകയാണ്, ഇതനുസരിച്ച് മനസ്സിലാക്കിയിട്ട്. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആഭിധേയ. ശ്രവണം ചെയ്യുമ്പോഴ്, കീർത്തനം ചെയ്യുമ്പോഴെന്താണ്? പ്രയോജനം കിട്ടും അല്ലേ. ഭഗവാന്റെ നാമമാണ് ഉച്ചരിക്കുന്നത്. അപ്പൊ എന്താണ് പ്രയോജനം? കൃഷ്ണമന്ത്രേര ഫലപ്രേമ. കൃഷ്ണമന്ത്രം ജപിക്കുന്നതോടുകൂടി ഭഗവാന്റെ പ്രേമഭക്തി ഉണ്ടാകും. അപ്പൊ കൃഷ്ണമന്ത്രം നമ്മൾ ജപിച്ചു, അതിന്റെ റിസൾട്ട് എന്താണ്? ഭഗവാനോട് പ്രേമമുണ്ടാകുന്നു. അതാണ് സംബന്ധ ആഭിധേയ പ്രയോജന. അപ്പം ഈ ഒരു രീതിയിൽ എന്താണ്? വൈദിക രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ വേദത്തിനകത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങി. അതുകൊണ്ടാണ് ഭഗവാൻ ആരോട്? അർജുനോട് പറയുന്നത് അല്ലേ. വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങളിൽ മുങ്ങിപ്പോകാതെ അർജുന എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ പോയാൽ എന്താണ്? ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇങ്ങനെ ഈ 9 ഭക്തിയിലൂടെ നമ്മൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുമ്പോൾ എന്താണ്? കൃഷ്ണമന്ത്രേര ബലപ്രേമ. ശ്രവണവും കീർത്തനവും ചെയ്യുമ്പോൾ ഭഗവാനിലെ പ്രേമഭക്തി ഉണ്ടാകും എന്നാണ് പറയുന്നത്. വേദശാസ്ത്രങ്ങൾ എന്താണ് പറയുന്നത്? സംബന്ധ ആഭിധേയ പ്രയോജനം എന്താണെന്ന് പറയുന്നത്? ഒരാൾക്ക് കൃഷ്ണനെ പരിചയപ്പെടുന്നതാണ് എന്ത്? സംബന്ധ. ഭക്തി പ്രാപ്തിയേര സാധന. ആ 9 ഭക്തിയാണ് എന്ത്? ആഭിധേയ ഭക്തി എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്താണ് പറയുന്നത്?
ഭക്തിയുത സേവനമാണ് ആഭിദയ എന്ന് പറയുന്നത്. പ്രയോജനം എന്ന് പറഞ്ഞാല് ഭഗവത് പ്രേമം. അപ്പൊ ഇതാണ് ഈ 3 കാര്യങ്ങൾ, ഈ 3 തലങ്ങള്. സംബന്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരുടെയും ബന്ധുവാണ് ഭഗവാൻ, അല്ലേ? പ്രയോജന എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തിയുത സേവനം ചെയ്യുക, ബന്ധമുണ്ടാക്കുക. ആഭിദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തിയുത സേവനം ചെയ്യുക, ഭഗവാനുമായിട്ടുള്ള ബന്ധമുണ്ടാക്കുക, അല്ലെ? ഭഗവാനോട് യാതൊരുവിധ ഡിമാൻഡും ഇല്ലാതെ ഭക്തിയുത സേവനത്തിൽ മുഴുകുക എന്നതാണ് എന്താണ് നമ്മുടെ ധർമ്മം എന്ന് മനസ്സിലാക്കുക. ഇതിനെ സനാതന ധർമ്മമെന്നും പറയുന്നുണ്ട്. പിന്നെ പ്രയോജനം എന്ന് പ്രയോജന എന്ന് പറഞ്ഞാല് ദൈവസ്നേഹം നേടുക. ദൈവസ്നേഹമാണ് ജീവിതത്തിന്റെ അത്യന്തിക ലക്ഷ്യമെന്ന് മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ച് എന്താണ് നമ്മൾ ചെയ്യുന്നത്? പഴയ ക്ലാസ്സുകളിലൊക്കെ കൂടി ചെയ്യുന്നത് എന്താണ്? അല്ലെങ്കിൽ ഈ ഒരു ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം ചെയ്യുന്നത് എന്താണ്? അല്ലെങ്കിൽ ഭഗവാന്റെ ഡയറക്റ്റ് ഭക്തരെന്താണ് ചെയ്യുന്നത്? വൈഷ്ണവരെന്താണ് ചെയ്യുന്നത്? നമ്മൾ താഴെയുള്ള ഒന്നും പഠിക്കാതെ നേരിട്ട് എന്താണ്? സംബന്ധ, ആഭിധേയ, പ്രയോജന, അല്ലേ? അതിലേക്ക് വരികയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്തിനാണ് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്? നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താണ് നമ്മൾ എങ്ങും പോകാതെ ഡയറക്റ്റ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലേക്ക് വരുന്നതിന്റെ കാര്യം എന്താണ്? അപ്പൊ ആ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ ഈ ബാക്കി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ 7 നിലകളുള്ള ഒരു ബിൽഡിങ്ങില് 7ാം നിലയിൽ നിൽക്കുന്ന ഒരുവന് എന്താണ് അറിഞ്ഞിരിക്കണം? എന്താണ്? ഈ 6 നിലകളുടെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന്. അല്ലെങ്കിൽ അവൻ മനസ്സിലാവില്ല ഞാൻ ഇത്രയും മേലെയാണ് എന്നുള്ള കാര്യം. ഇപ്പം അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നിട്ട് 4 യമനിയമങ്ങൾ പാലിക്കാനും, പിന്നെയോ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം അത് യുഗധർമ്മമാണ്, അത് പാലിക്കാനും പറയും. എന്താണ്? സംബന്ധ, ആഭിധേയ, പ്രയോജന. ഡയറക്റ്റ് കർമ്മകാണ്ഡോ ജ്ഞാനകാണ്ഡത്തിലും ഒന്നുമില്ലാതെ ഡയറക്റ്റ് എന്താണ്? ഏറ്റവും മുകളിലത്തെ സ്ഥാനത്തേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എത്തിച്ചേരുകയാണ്. അപ്പം ഓരോ വേദങ്ങളെയും പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലേ? നമുക്കറിയാം സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. പിന്നെ വേദങ്ങൾക്ക് പഠിക്കുന്നത് ഓരോ കോഡിംഗ് ഉണ്ട്. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഒരാൾക്ക് വേദങ്ങളെ എളുപ്പം മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊന്നുമില്ല, സംസ്കൃതം അറിയാതെ ഒരുവൻ വേദം പഠിച്ചാൽ എങ്ങനെയിരിക്കും? മനുഷ്യരുടെ ഇടയില് ആവശ്യമില്ലാത്ത തത്വങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരെ വഴിതിരിച്ച് വേറെ വഴിക്ക് കൊണ്ടുപോകും. അപ്പം ഓരോ വേദങ്ങൾക്കും ഉപവേദങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, 4ൽ 2 ഉണ്ട്, ശില്പവേദം, അർത്ഥോപവേദം, അല്ലേ? പിന്നെയോ ഉപനിഷത്തുകൾ. ശങ്കരാചാര്യര് മായാവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 10 ഉപനിഷത്തുകൾ ചെയ്തു. മൊത്തം ഏകദേശം 2000-ഓളം ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താണ്? 108 ലഭ്യമാണ്. അവയിൽ ശങ്കരാചാര്യര് മായാവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് 10 ഉപനിഷത്തുകൾ എടുക്കുകയുണ്ട്. എന്തൊക്കെയാണ്? ഈശാവാസ്യം അല്ലെങ്കിൽ ഈശോപനിഷത്ത്, കഠോപനിഷത്ത്, കേനോപനിഷത്ത്, അല്ലേ? മുണ്ടകോപനിഷത്ത്, തൈത്തരീയോപനിഷത്ത്, അങ്ങനെ എല്ലാം കൂടിയിട്ട് 10 കൂടാതെ 1 കൂടിയുണ്ട്. ഏതാണ്? ശ്വേതാശ്വതരോ ഉപനിഷത്ത്. പിന്നെ സ്മൃതി അറിയാം, ധർമ്മശാസ്ത്രം പ്രധാനപ്പെട്ടവ 20 ഉണ്ട്. അതില് സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോ ബുക്ക്, നിയമങ്ങൾ. അപ്പം അതില് മനുസ്മൃതിയും യാജ്ഞവൽകൃത സ്മൃതിയും വളരെ പ്രധാനപ്പെട്ടവയാണ്. അപ്പം വേദങ്ങളിൽ എല്ലാം പറയാൻ പറ്റില്ല. വേദം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. അപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ ചില സമയത്ത് അമ്മയ്ക്ക് ജോലിയായിരിക്കും, തിരക്കായിരിക്കും. അപ്പം അമ്മയുടെ അനിയത്തിയോ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ചേച്ചി, അവരായിരിക്കും മറ്റുള്ള കുട്ടികളെ നോക്കുകയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ ജീവിക്കൂ, അങ്ങനെ ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അമ്മ പറഞ്ഞു കഴിയുന്നതും അവർ പറയുന്നതും എല്ലാം ശരിയാണ്. അപ്പം അതേമാതിരിയാണ് വേദങ്ങളും പുരാണങ്ങളും സ്മൃതികളും എല്ലാം. അല്ലാതെ വേദം പഠിക്കുന്നവർ വേദം വലുതാണ്, അല്ലെങ്കിൽ പുരാണം പഠിക്കുന്നവർ പുരാണം വലുതാണ്, ഇങ്ങനെ പറയരുത്. ഇതെല്ലാം ശരിയാണ്. അപ്പം എല്ലാത്തിൻ്റെയും കൺക്ലൂഷൻ എന്ന് പറയുന്നത് അവസാനത്തിലാണ്. അപ്പം ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് മനുസ്മൃതി,
അപ്പം വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് എങ്ങനെ പോകണം, എങ്ങനെ ജീവിക്കണം, നമ്മൾ പാലിക്കുന്ന നിയമങ്ങളൊക്കെ 4 യമനിയമങ്ങളൊക്കെ എന്താണ്, ഈ മനുസ്മൃതിയിലുള്ളതാണ്. പിന്നെ പുരാണങ്ങൾ നമുക്കറിയാം എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് അല്ലേ, 18 പുരാണങ്ങൾ എല്ലാം അറിയാം, അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല. അതിൽ മേജർ പുരാണമുണ്ട്, മൈനർ പുരാണമുണ്ട്. മൈനറും ഉണ്ട് എന്ത്, 18 പുരാണം, ഉപപുരാണങ്ങളുമുണ്ട്. പിന്നെ ഇതിഹാസങ്ങള്, രാമായണം, മഹാഭാരതം. രാമായണത്തിന് 7 കാണ്ഡങ്ങള്, മഹാഭാരതത്തിന് അല്ലെ 18 പർവ്വങ്ങളാണ്. അപ്പം അതില് ഭഗവത്ഗീത ഭീഷ്മപർവത്തില് അതാണ് 25 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളില് ഒക്കെ വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പം ഇത് എന്തിനു പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയും വേദമാണ് വലുത്, അല്ലെങ്കിൽ പലരും പറയും അല്ല ശ്രുതിയല്ല സ്മൃതിയാണ് എന്ന് പറയും. അപ്പം വേദവ്യാസൻ ഇതെല്ലാം വേദങ്ങളാണ്, അതിനകത്തുനിന്ന് ബാക്കി വന്നതാണ് എന്ത്, പുരാണങ്ങളായിട്ടും ഈ സംഹിതകളായിട്ടും മറ്റുമൊക്കെ മാറിയിരുന്നത്. പിന്നെ എന്താണ് വേദിക് നോളജ് എന്ന് പറയുന്നത് 2 രീതിയിലാണ്, ശ്രുതിയുണ്ട് സ്മൃതിയുമുണ്ട്. ഈ ശ്രുതിയിൽ എന്തൊക്കെയാണ് വരുന്നത്, വേദങ്ങള്, ഉപവേദങ്ങള്, വേദാംഗങ്ങള്, സംഹിതകള് ഒക്കെ അതിനകത്താണ് വരുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോളുക, സ്മൃതിയിലാണ് എന്ത് വരുന്നത്, റിച്വൽ സൂത്രാസ്, നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങളും ഒക്കെ വരുന്നത്. അതിന് തന്നെ താഴേക്കാണ് വരുന്നത് എന്താണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഗൃഹസൂത്ര, പിന്നെയോ ധർമ്മത്തിന് വേണ്ടി അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങള്, ഹോമങ്ങള്, ഇതൊക്കെ വരുന്നത് അതിനകത്താണ്. പിന്നെ എന്താണ് തന്ത്രവിധി, ക്ഷേത്രങ്ങളിലെ തന്ത്രവിധി, അതെന്താണ്, അത് വരുന്നതും എവിടെയാണ്, സ്മൃതിയിലാണ് വരുന്നത്. ആരാണ്, മഹാദേവൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ്. പിന്നെ ശങ്കരാചാര്യർ വന്നിട്ട് അതിനകത്തുനിന്ന് പരശുരാമനാണെന്ന് തോന്നുന്നു, പരശുരാമൻ വന്ന് മാറ്റുന്നുണ്ട്. പിന്നെ ശങ്കരാചാര്യർ വന്നിട്ട് അതിൽ നിന്ന് കുറെ കൂടി ചെയ്തിട്ടാണ് നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളില് തന്ത്രവിധി പ്രകാരം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ എന്താണുള്ളത്, പാഞ്ചരാത്രിക വിധി അല്ലേ, പാഞ്ചരാത്രിക വിധിയിലാണ് നമ്മൾ പൂജകൾ ചെയ്യുന്നത്, വൈഷ്ണവര് വർഷിപ്പുകൾ ചെയ്യുന്നത്. അപ്പോൾ തന്ത്രവിധി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് തന്ത്രവിധിയിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രീതിയിലുള്ളത് അല്ലേ, രാജസികമായിട്ടും താമസികമായിട്ടും സാത്വികമായിട്ടുമുള്ള പൂജാവിധികൾ ആണ് എവിടെ, ഈ തന്ത്രവിധിയിലുള്ളത്. ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, മഹാദേവൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ സ്മൃതിയിലാണ് പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, പിന്നെ 6 ദർശനങ്ങൾ വരുന്നത്. ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. 6 ദർശനങ്ങളുണ്ട്. അതായത് ഈ ശ്രുതി എന്ന് പറയുന്നത് കേൾക്കപ്പെട്ടത്, ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തത്. സ്മൃതി എന്ന് പറയുന്നത് എഴുതപ്പെട്ടത്, ആ കേട്ടത് എഴുതുന്നത്. അപ്പം അത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പം തന്ത്രവിധിയിൽ പല ദേവതാ ആരാധനകൾ, അത് തന്നെ പരശുരാമൻ വന്നിട്ട് അതിനുശേഷം വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം തന്ത്രവിധി എന്ന് പറയുന്നത് എന്താണ്, റൂൾസ് ആണ്. മീൻസ് നമ്മളൊരു കാര്യത്തിന് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന കാര്യം ചെയ്താൽ ഇന്ന കാര്യം നടക്കും, നീ ഇന്ന രീതിയിൽ നടന്നാൽ ഇന്നടുത്ത് എത്തിച്ചേരാം, ആ രീതിയിൽ പോയെങ്കിൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ പറ്റൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് പോയാൽ എന്ത് സംഭവിക്കും, അതിന് പ്രശ്നം സംഭവിക്കും. മനസ്സിലായി? അതാണ് തന്ത്രവിധിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. നിയമങ്ങളാണ്. ഈവൻ ക്ഷേത്രങ്ങളായാലും ക്ഷേത്ര ആചാരങ്ങളായാലും പോലും എന്ത്, തന്ത്രവിധി പ്രകാരമുള്ള ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നതും ഒക്കെ തന്നെ എന്താണ്, ആ രീതിയിലായിരിക്കണം. അതിന് കുട്ടികളെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ല. എന്തൊരു തെറ്റ് കണ്ടാലും അതിന് പരിഹാരം അവിടെ ചെയ്തിരിക്കണം. ഈവൻ നമ്മൾ പോലും കുടുംബക്ഷേത്രങ്ങളിൽ ദേവതാ ആരാധനകൾ ചെയ്യുന്നുണ്ടല്ലേ. നമ്മളൊരു ദേവിയോ ദേവനെയോ എവിടുന്ന് വിളിച്ചു വരുത്തിയിട്ട് നമ്മളൊരു കുടുംബക്ഷേത്രം പണിഞ്ഞ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദിവസപൂജയാണെങ്കിൽ ദിവസപൂജ, വർഷപൂജയാണ് എങ്കിൽ വർഷത്തിലെ പൂജ, അത് നമ്മൾ ചെയ്തിരിക്കണം. അതിന് മുടക്കം വരരുത്. അതുപോലെ തന്നെയാണ് നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അവർക്ക് അതിന് തിരിച്ചത് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിരിക്കണം. അതാണ് തന്ത്രവിധി എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പുണ്യാഹം തളിക്കുകയും അവിടുത്തെ കർമ്മങ്ങളൊക്കെ ഒന്നേന്ന് തുടങ്ങിയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, തന്ത്രവിധിയുടെ ഇതുകൊണ്ടാണ്. പക്ഷേ പാഞ്ചരാത്രിക വിധിയെ സംബന്ധിച്ചിടത്തോളം ഭാഗവത വിധി അത് ഭഗവാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് കരുതിയിട്ട് ഞാൻ വൈഷ്ണവനാണ് എനിക്കിതൊന്നും പ്രശ്നമല്ല എന്ന് കരുതിയിട്ട് തെറ്റ് ചെയ്യരുത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ 7ാം നിലയിൽ നിൽക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കണം, താഴെ ഉള്ള നിലകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം തിരിച്ചു വരാം. അപ്പം സ്മൃതിയിലുള്ള ഈ 6 ദർശനങ്ങൾ, ഈ 6 ദർശനങ്ങൾ എന്ന് പറയുന്നത് വേദത്തിനകത്ത് ഉള്ള അല്ലേ 6 ദർശനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, മീമാംസ ദർശനമുണ്ട്, ന്യായ ദർശനമുണ്ട്, വൈശേഷിക ദർശനം, യോഗ ദർശനം,
ഒക്കെയുണ്ട്, സാങ്ക്യ ദർശനം, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഈ 5 ദർശനങ്ങൾ ഈ 5 കാര്യങ്ങൾ വേദത്തിലുള്ളതാണ്. നമുക്കറിയാം, വേദമുണ്ട്, യോഗയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിനെയെല്ലാം കൂട്ടിയിട്ട് എന്ത് ചെയ്തു? വേദവ്യാസൻ അദ്ദേഹത്തിൻ്റെ 5 ശിഷ്യന്മാർക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഈ 5 ശിഷ്യന്മാർ ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഈ 5 കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന് വേദവ്യാസന് കൊടുത്തു. വ്യാസദേവൻ എന്ത് ചെയ്തു? ഇതിനെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് എന്താണ്? വേദാന്തമുണ്ടാക്കി. ഈ 5 കാര്യങ്ങളും വേണ്ട, ഈ ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഈ വന്ന ഈ ശിഷ്യന്മാരെന്ത് ചെയ്തു? അത് അക്സെപ്റ്റ് ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ വേദാന്ത ദർശനവും ഈ മീമാംസാ ദർശനം അത് ജൈമിനി മഹർഷി, ന്യായ ദർശനം ഗൗതമ മുനി, പിന്നെയോ യോഗ ദർശനം പതാഞ്ജലി മഹർഷി, അപ്പം അങ്ങനെ വൈശേഷിക ദർശനം കനാദ മുനി, സാങ്ക്യ ദർശനം നമുക്കറിയാം കപില മുനി. ഏതാണ്? ഭഗവാന്റെ അവതാരമായിട്ടുള്ള മുനിയല്ല. അപ്പം ഇവരുടെ ശിഷ്യന്മാരെന്ത് ചെയ്തു? അതാണ് വലുത് എന്നുള്ള രീതിയിൽ അതുമായിട്ട് മുന്നോട്ട് പോയി. ഇവരാരും തന്നെ എവിടേക്ക് വന്നില്ല? ഈ വേദാന്ത ദർശനത്തിലേക്ക് വന്നില്ല. അപ്പം ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? ഒന്നുകിൽ തന്ത്രവിധി, അല്ലെങ്കിൽ പഞ്ചരാത്ര വിധി, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നൊരു വിധിയുണ്ട്, അത് രീതിയിൽ എന്നെ ആരാധിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരെന്ത് ചെയ്തു? തന്ത്രവിധി എന്ന് പറയുന്നത് റൂൾസ്, പഞ്ചരാത്രിക വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹമാണ്, സ്നേഹവും നമ്മുടെ ലക്ഷ്യവും. അത് 5 ദിവസം കൊണ്ട് ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്ത വിധിയാണ് പാഞ്ചരാത്രിക വിധി. അപ്പം ഈ ദർശനങ്ങളാണ് ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം വ്യാസദേവൻ നല്ല ഉദ്ദേശത്തോടു കൂടി ഈ 5 ദർശനങ്ങളും ഒരേ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അത് പഠിച്ചിട്ട് അവരുടെ ശിഷ്യന്മാർ തിരിച്ചു കൊണ്ടുവന്നു. ഇതിനെ എല്ലാം കൂടി ഒരുമിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? വേദാന്ത സൂത്രമുണ്ടാക്കി, അല്ലേ? അപ്പം എന്തു പറ്റി? അതിനെ ഉത്തമ മീമാംസാ ദർശനം എന്ന് പറയും, വേദാന്ത ദർശനത്തെ. കൺക്ലൂഷനാണത്. അപ്പം ഈ കർമ്മമീമാംസ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ കർമ്മമീമാംസയിൽ എന്ത് ചെയ്തു? അപ്പം ഇതിനകത്തൊരു ദർശനമാണ് എന്ത്? കർമ്മമീമാംസ. അപ്പം ഈ ഗോവർദ്ധന പൂജ സമയത്ത് ഭഗവാനും ഈ കർമ്മമീമാംസ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ഗോവർദ്ധന പൂജയെ തടയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഞാനാണ് ചെയ്യുന്നത്, അല്ലേ? എൻ്റെ കർമ്മത്തിനനുസരിച്ച് ഫലം കിട്ടും എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഭഗവാൻ നന്ദമഹാരാജാവിനോട് പറയുന്നുണ്ട്, എന്താണ്? എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട്, വിളകൾക്ക് ആവശ്യമുള്ളതാണ് എങ്കിൽ ഇവിടെ മാത്രം പെയ്താൽ മതിയായിരുന്നു, പക്ഷെ സമുദ്രത്തിലും മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ നന്ദമഹാരാജാവിന്റെ വായ അടച്ചിപ്പിച്ചതിന് ശേഷമാണ് എന്ത്? പൂജ ഭഗവാനായിട്ട് മുടക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് എന്താണ്? പൂർവമീമാംസാ ദർശനം ഭഗവാൻ അവിടെ പറയുകയുണ്ടായി. അപ്പം ഇങ്ങനെയുള്ള ദർശനങ്ങളെല്ലാം എന്ത് ചെയ്തു? ഇതിനെല്ലാം കൂടെ ഒരുമിപ്പിച്ചിട്ടാണ് ഭഗവാൻ ഇവരിതെല്ലാം പഠിച്ചതിന് ശേഷം വ്യാസദേവനെ ഏൽപ്പിച്ചു. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് വേദാന്ത ദർശനമുണ്ടാക്കി, അല്ലേ? അവസാനം എല്ലാവരും അവിടേക്കാണ് വരേണ്ടത്. എല്ലാവരും പറഞ്ഞത് ഇനി ഇത് മതി. ആ ശിഷ്യന്മാരും സ്വീകരിച്ചു. പ്രശ്നം വന്നത് എവിടെയാണ്? അവർക്ക് ശേഷമുള്ള ആൾക്കാര് ഓരോ ദർശനത്തിലും വന്നിരുന്നിട്ട് അതാണ് ഏറ്റവും ഉപരി എന്ന് വിചാരിച്ചിട്ട് അതിനെ മാത്രം പിന്തുടർന്നു. വേദാന്തം മാത്രം ആരും പിന്തുടർന്നില്ല. വേദാന്തത്തിലേക്ക് ആരും എത്തിയില്ല. വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദേശ സർവേർ അഹമേവ്യ വേദയോ വേദാന്തകൃത് വേദവിദേഹശാഹം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മുളക് ഭഗവാൻ, അല്ലേ? മറ്റുള്ള ദർശനത്തിൽ ഒന്നും ഭഗവാനെ അറിയാൻ കഴിയില്ല, ഭഗവാനെ പറ്റി പറഞ്ഞിട്ടില്ല. കാരണം എന്തുവാണ്? അത് പല പല ദർശനങ്ങളാണ്. യോഗ ദർശനമുണ്ട്, സാങ്ക്യ ദർശനം, ന്യായ ദർശനം ഒക്കെയുണ്ട്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം വെച്ചിട്ട് വ്യാസദേവൻ ഇതെല്ലാം വെച്ചിട്ട് വേദാന്തമാണ് വലുത് എന്ന് പറഞ്ഞെടുത്തിട്ട് വേദാന്ത ദർശനം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അവർ സ്വീകരിച്ചു. കാലങ്ങൾ കഴിഞ്ഞു. അവരൊക്കെ പോയ സമയത്ത് വീണ്ടും വലിയ വലിയ ആചാര്യന്മാരൊക്കെ വന്നിട്ട് അവരെല്ലാം ഓരോന്നിലും ഉടക്കി നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് ഓരോന്നും ഉത്തമമാണെന്ന് പറയാൻ തുടങ്ങി. അവരൊന്നും വേദാന്ത ദർശനത്തിലേക്ക് വന്നില്ല. വേദാന്ത ദർശനം ഒടുവില്
ഈശ്വരന്റെ അടുക്കൽ എത്താൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ? ആത്മീയ തലത്തിലൂടെ. ഏത് രീതിയിൽ? സംബന്ധ ആഭിധേയ പ്രയോജന. അത് മറന്നിട്ട് ഓരോരുത്തരും എന്ത് ചെയ്തു? യോഗദർശനത്തിന്റെ ആൾക്കാര് അതും കൊണ്ടുപോയി അതാണ് വലുത് എന്ന് പറയുന്നു, അല്ലെ? ന്യായത്തിന്റെ ആൾക്കാര് അത് വലുത് എന്ന് പറയുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ഓരോന്നും സ്വീകരിക്കും, അല്ലെ? അവരും അങ്ങനെ തന്നെ സ്വീകരിച്ചു. നമ്മളതേപോലാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് പറയും, അല്ലേ? മറ്റുള്ള ഭക്ഷണങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുകയും ചെയ്യും. അപ്പം യോഗദർശനം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണൊക്കെ അടച്ചിട്ട് താടിയൊക്കെ വളർത്തി താടിയിലൊക്കെ പിടിച്ച്, അല്ലേ, മുനിമാര് നമ്മൾ കണ്ടിട്ടുണ്ട് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് പിന്നെയാണ് ന്യായദർശനം, അല്ലേ? അത് ലോജിക്ക് അനുസരിച്ച് ചിന്തിക്കും. അപ്പം അവരാരും ഭാഗവതമൊന്നും അംഗീകരിക്കത്തില്ല, അവരൊന്നും വേദാന്ത ദർശനത്തിലേക്ക് പോവില്ല. ആ ലോജിക്കാണ് എല്ലാം എന്ന് പറയും. അതാണ് ബ്രഹ്മവാദികള്. അപ്പം ഈ വേദാന്ത ദർശനം ചെയ്യുന്നതിന് ലോജിക്ക് ആവശ്യമാണ്, പക്ഷെ അവരൊന്നും ചെയ്യില്ല, ആ ലോജിക്കിൽ തന്നെ നിൽക്കും. അപ്പം ഈ ലോജിക്കും ഈ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വേദാന്ത ദർശനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഈ വേദാന്ത അല്ലെങ്കിൽ ഈ ന്യായദർശനത്തിലൂടെ പോകുന്ന ഒരു അവസാനം എന്ത് ചെയ്യും? ഈ ഗൗതമ മുനിയുടെ ന്യായദർശനം ഫോളോ ചെയ്യുന്നവര് എന്ത് ചെയ്യും? അവസാനം അതാണ് വലുത് എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. ബ്രഹ്മവാദികളും മായാവാദികളുമായിട്ട് മാറും. നമുക്ക് എന്താണ് വേണ്ടത്? വേദാന്ത ദർശനമാണ് വേണ്ടത്. അത് പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അതെന്താണ്? അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു കമന്ററിയാണ്. എന്ത്? ശരിയായി നമുക്ക് മനസ്സിലാക്കുന്ന ഒരു രീതിയിൽ വ്യാസദേവൻ തന്നെ എഴുതിയതാണ് എന്ത്? ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പം ഭാഗവതം അനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്? വേദാന്ത ദർശനം. അപ്പം നമുക്കത് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പം ഇതെല്ലാം ഉണ്ട്. മറ്റുള്ളവരൊന്നും ഇതിൽ വരാത്തത് കൊണ്ട് എന്താണ്? അവരെല്ലാം അപൂർണരായി കാണപ്പെട്ടു. ആത്മീയ ജീവിതത്തിൽ എന്താണ്? ബ്രഹ്മവാദികളും മായാവാദികളും അപൂർണരാണ്. നമ്മൾ പൂർണ്ണത്വം ആഗ്രഹിക്കുന്നതുകൊണ്ട് എന്താണ്? നമ്മൾ വേദാന്തത്തിലേക്ക് പോകണം. നമ്മൾ ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? ഈശ്വരന്റെ അടുക്കൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ജന്മ മൃത്യു ജരാവ്യാധി, അല്ലേ, വീണ്ടും ഈ ഭൂമിയിൽ വന്നിട്ട് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ എന്താണ് സ്വീകരിക്കേണ്ടത്? വേദാന്തത്തിലേക്ക് നമ്മൾ പോകണം. ഭഗവത്ഗീതയിലൂടെ പഠിച്ചു, ഭഗവാനെ മനസ്സിലാക്കി, ഭാഗവതത്തിൽ ചെല്ലണം, അല്ലേ? ഭാഗവതത്തില് ഭഗവാന്റെ ഭക്തരെങ്ങനെയാണോ ജീവിച്ചിരുന്നതെന്ന് മനസ്സിലാക്കി അതുപോലെ ജീവിച്ച് യുഗധർമ്മം പാലിച്ച്. ഏതാണ് യുഗധർമ്മം? കലിയുഗത്തിലെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ആ മന്ത്രം ജപിച്ച് ഈശ്വരനിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതുകൊണ്ട് വേറെ ഒന്നും തന്നെ നമുക്ക് വേണ്ട. എന്താണ് നമുക്ക് വേണ്ടത്? നേരിട്ട് സംബന്ധ ആഭിധേയ പ്രയോജന, അല്ലേ? ഈ കലിയുഗത്തില് ഇത് മാത്രമേ നടക്കൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പം എല്ലാവരും നാമം ജപിക്കുക, ദിവസവും നാമം ജപിക്കുക. പിന്നെയോ പറ്റുന്നത് പോലെ ക്ലാസ്സുകൾ കേൾക്കുക, അല്ലേ? ഭഗവാന്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെയോ നവവിധ ഭക്തിയിൽ, ആ 9 ഭക്തിയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.